ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗോഡ്സ് മാൻഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോഡ്സ് മാൻഡേറ്റ് എന്നാൽ കർത്താവിൻ്റെ വ്യവസ്ഥകൾ. കർത്താവിൻ്റെ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമായ വ്യവസ്ഥയാണ് സ്നേഹം. ആയതുകൊണ്ടാണല്ലോ വചനം ഇപ്രകാരം പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എന്നാൽ മനുഷ്യൻ്റെ സ്നേഹമല്ല. ദൈവസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാനോ ഉപമിക്കുവാനോ മറ്റൊന്നുമില്ലാത്തതായിട്ടുള്ള ഒരു വലിയ സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് എന്തിനോട് ഉപമിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ഈ ഭൂമിയിൽ നാം ഒരു സ്നേഹത്തെ കാണുന്നില്ല. ആയതുകൊണ്ടാണ് വചനത്തിൽ എവിടെയെല്ലാം ദൈവസ്നേഹം എന്ന് പറയുന്നുവോ അവിടെയെല്ലാം ഒരു അഗപ്പെ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗപ്പെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകണ്ടീഷണലായിട്ടുള്ള ലവ്. ഈ ഭൂമിയിലുള്ള സ്നേഹങ്ങൾ പലതുണ്ട്. അതിലേറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു സ്നേഹം അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഏതൊരു ജന്തുവർഗ്ഗങ്ങളാണെങ്കിലും ശരി, മനുഷ്യനാണെങ്കിലും ശരി, പക്ഷി മൃഗാദികൾ എല്ലാത്തിലും തന്നെ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളോട് പ്രത്യേക കരുതൽ, സ്നേഹം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എപ്രകാരമാണ് തൻ്റെ ചിറകിനടിയിൽ വഹിക്കുന്നത്, അതുപോലെ മനുഷ്യനും അവൻ്റെ കുഞ്ഞുങ്ങളെ എപ്രകാരമാണ് സ്നേഹിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും ഇതിന് കർത്താവിൻ്റെ സ്നേഹവുമായിട്ട് ഉപമിക്കുവാനായിട്ട് കഴിയത്തില്ല. ലോകത്തിലുള്ള ഒരു കെയറാണ്, ഒരു രക്തബന്ധമാണ് ഇതെന്ന് പറയാനേ കഴിയത്തുള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ, പിതാവ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് സ്വർഗത്തിനെ ശൂന്യമാക്കിയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ദൈവിക വ്യവസ്ഥയിൽ ആദ്യത്തേത് ഇതാണ്. അവിടുത്തെ സ്നേഹം അചഞ്ചലമായ സ്നേഹമാണ്. അവിടുത്തെ സ്നേഹം ഉപമിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള സ്നേഹമാണ്. ഈ ലോകത്തിനെ അവിടുന്ന് സ്നേഹിച്ചപ്പോൾ അവിടുന്ന് ഓരോ വ്യക്തികളെയും കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ അധർമ്മങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ സകലതും ഒരു സൈഡിൽ കിടക്കുന്ന സമയത്ത് തന്നെ പാപത്തെ വെറുക്കുന്നതായിട്ടുള്ള ദൈവം പാപിയായ മനുഷ്യനെ സ്നേഹിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ഈ സ്നേഹം ലഭിക്കുവാനായിട്ട് എന്താ യോഗ്യത ഉണ്ടായിരുന്നത്? നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. അവിടുന്ന് നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചു. ആദമിനെയും ഹൗവയെയും ഭൂമിയിൽ സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ സന്തതി പരമ്പരകൾ മുഴുവനും ഭൂമി മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ അകൃത്യങ്ങൾ ഭൂമിയിൽ പെരുകി വന്നു. എന്നാൽ കർമ്മമാർഗത്തിലൂടെ ഒരിക്കലും അവർക്ക് നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്ന് ദൈവം മനസ്സിലാക്കിയതിനാൽ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ഈ ലോകത്തിനെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിനെ നാം ആദരിക്കണം, നാം നന്ദി പറയണം, നാം ദൈവത്തോട് അതിനുള്ള കടപ്പാട് കാണിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത ഒരു നന്മയെ അഡോർ ചെയ്യാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ട് നാം ആണ് അത് ചെയ്തതെന്ന് മനസ്സിലാക്കുകയോ അതിന് നന്ദി കാണിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ മനുഷ്യൻ എത്രമാത്രം വെറുപ്പോടെ പിന്നെ വീക്ഷിച്ചേക്കാം. പക്ഷേ ദൈവത്തിന് ഒരിക്കലും വെറുക്കുവാനായിട്ട് കഴിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെറുപ്പ്, ദേഷ്യം എന്ന് പറയുന്നതോ കോപം എന്ന് പറയുന്നതോ ശിക്ഷ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വികാരം ആരിലില്ല? ദൈവത്തിൽ ഇല്ല. ദൈവത്തിലുള്ളത് സ്നേഹം മാത്രം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പല ആളുകൾക്കും എൻ്റെ എല്ലാ കാര്യങ്ങളോട് യോജിക്കുവാൻ കഴിയുന്നില്ലെന്ന് അറിയാം. എന്തെന്നാൽ ദൈവം എന്ന് പറഞ്ഞാൽ കോപം, അല്ല എന്നുണ്ടെങ്കിൽ ശിക്ഷ, അല്ല എന്നുണ്ടെങ്കിൽ ദണ്ഡനം. ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് എന്തെല്ലാം ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് കഴിയും. കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കുറച്ച് പണം അവന് കൊടുക്കാം. അവിടത്തേക്ക് കുറച്ച് തീയോ അല്ലെങ്കിൽ പരിമളം ഉണ്ടാക്കുന്നതായിട്ടുള്ള ചന്ദനത്തിരിയൊക്കെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇതൊന്നും സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്, തൻ്റെ ഏറ്റവും ബെസ്റ്റ്
സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതാണ് സ്നേഹം. ദൈവത്തിൻ്റെ പക്കലുണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് എന്താ? തൻ്റെ ഏകജാതനായ പുത്രൻ. ആ പുത്രനെ ദൈവം നമുക്ക് നൽകുവാനായിട്ട് അവിടുന്ന് കരുണയായി. നമുക്ക് വേണ്ടി അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു. മാനവരാശിയായിരിക്കും ആരെല്ലാം ഉണ്ടോ ജനിച്ചിരിക്കുന്നുവോ അവരെല്ലാവരെയും ഒരുപോലെ അവിടുന്ന് സ്നേഹിച്ചു. ഒരു പക്ഷേ നമ്മളാരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുമ്പോൾ കർമ്മപാപം നമ്മളിലില്ല. എന്നാൽ ജന്മന നാം എന്താ? പാപികളാ. ഞാൻ പാപത്തിൻ്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം നീതീകരിക്കപ്പെടേണ്ടവരല്ല. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ചതിനാൽ, കർത്താവിനെ നമ്മൾ രക്ഷിതാവായിട്ട് ഏറ്റുപറഞ്ഞതിനാൽ, കർത്താവിനെ നാം രക്ഷിതാവായിട്ട് സ്വീകരിച്ചതിനാൽ നാം എന്ത് ചെയ്തു? ഒരൊറ്റ നിമിഷം കൊണ്ട് നീതീകരിക്കപ്പെട്ടു. അതാണ് രക്ഷയുടെ അനുഭവം. രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മുഴുവനും എന്താ കാണുന്നത്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇതാ ഒരു മണ്ടനായ ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു കുട്ടി, അവനിതാ എക്സാം എഴുതുന്നു. എല്ലാ വിഷയത്തിലും തോറ്റേക്കാണ്. എന്നാൽ അവിടുത്തെ ഹെഡ് മാസ്റ്ററിന് അവനോട് സഹതാപം തോന്നിയേക്കുക. അവൻ എങ്ങനെയും അടുത്ത ക്ലാസ്സിൽ അവനെ കെയർ ചെയ്യാം, അവനെ നോക്കാം. ടാബുലേഷൻ പേപ്പർ തൻ്റെ മുന്നിലേക്ക് വന്ന സമയത്ത് 0, 1, 2, 3 മാർക്കുള്ളതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് അവൻ്റെ മാർക്കുകളെല്ലാം ടാബുലേഷൻ പേപ്പറിൽ തിരുത്തിയിട്ട് മുഴുവൻ ചുമന്ന മാർക്കുകൾക്കും പകരം പച്ച വര വരച്ചിട്ട് അവനെ പാസ്സാക്കി വിടുന്നത് പോലെ ദൈവത്തിൻ്റെ നീതീകരണം നമ്മളുടെ ജീവിതത്തിൽ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം എന്തെല്ലാമായിരുന്നു അതെല്ലാം അങ്ങ് കളഞ്ഞേച്ച് നമ്മളെ എന്താ ചെയ്തു? നീതീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1-2 വാക്യങ്ങളിലൂടെ നോക്കാം. ഒന്ന് യോഹന്നാൻ 4:8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൂടെ നാം ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞിട്ട് നാം ദൈവിക സ്വഭാവമുള്ളവരായിട്ട് തീരും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നവൻ്റെ സ്വഭാവം വ്യത്യാസം. ഈ ഇടയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൻ്റെ ആയിട്ടുള്ള റിപ്പോർട്ട് വന്നു. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി വിവാഹശേഷം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാറുകയാണ്. അവൻ്റെ പേഴ്സണാലിറ്റി അവൻ വേറൊരു വ്യക്തിയായിട്ട് മാറുന്നു. എന്താ കാര്യം? മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള സന്തത സഹവാസം, അതായത് തൻ്റെ ഭാര്യയുമായിട്ടുള്ള, തൻ്റെ ഭർത്താവുമായിട്ടുള്ള സന്തത സഹവാസം ആ വ്യക്തിയുടെ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആ വ്യക്തിയുടെ സ്വഭാവം നന്നെ മാറുന്നു, പേഴ്സണാലിറ്റി മാറുന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഇതുപോലെയാണ്. നാം സ്നേഹമുള്ളവരായിരുന്നില്ല, നാം പ്രതികാരവാഞ്ചയുള്ളവരായിരുന്നു, നാം പാപത്തിൻ്റെ ദാസനായിട്ട് വിൽക്കപ്പെട്ടവനാ, നമ്മുടെ ജീവിതത്തിൽ ലാഭം മാത്രം നോക്കി നടന്നവനാ. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ് അവിടുത്തെ കൂട്ടായ്മയിൽ നടക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുവാനായിട്ടുള്ള ആസക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. എന്തെന്നാൽ നാം കൂടെ നടക്കുന്ന ആരുടെയാ? ദൈവത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:8 പറയുന്നത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവൻ്റെ ജീവിതം എപ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്നേഹത്തിൽ വസിക്കുക, സ്നേഹത്തിൽ ജീവിക്കുക. ദൈവസ്നേഹമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തെ കാണുമ്പോൾ തന്നെ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. എന്തെന്നാൽ ആ വ്യക്തി ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇവിടെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ആ വ്യക്തി ചെല്ലുകയാണെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആളുകൾ കാണുന്നത്. കർത്താവിൻ്റെതായിട്ടുള്ള ദൈവിക വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ടായിട്ടുള്ള കാര്യമാണ്. കർത്താവിൻ്റെതായിട്ടുള്ള ഗോഡ്സ് മാൻഡേറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്നേഹം. പലപ്പോഴും ആത്മീയരും അല്ലാത്തവരും ചില കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ തങ്ങളുടെ കോപത്തെ പ്രകടിപ്പിക്കുന്നത് കാണാം, തങ്ങളുടെ സംസാരത്തിൽ തെറ്റിപ്പോകുന്നത് കാണാം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഒരിക്കലും
രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, ദൈവിക കൂട്ടായ്മയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് അപ്രകാരം ഒരു ജഡികനാകുവാനായിട്ട് കഴിയത്തില്ല. അവൻ ആത്മീയൻ തന്നെ ആയിരിക്കും. ആത്മീയമായത് ചിന്തിക്കുന്നു, ആത്മാവിനുള്ളത് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. 1 യോഹന്നാൻ അതിൻ്റെ 4:16 ഇപ്രകാരം പറയുന്നു, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവിക കൂട്ടായ്മ അറിയുന്ന ഒരു വ്യക്തിയിൽ, പ്രൈസ് ദി ലോർഡ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, കൃപകളും കൃപാവരങ്ങളും ഒക്കെ ഏറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇതിനകത്തൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നാം ആത്മീയരാണ്, നാം വിജയിയാണ്, നാം ചെയ്യുന്നതെല്ലാം സാധിക്കും. എന്തെന്നാൽ ഞാനല്ല ചെയ്യുന്നത്, ആരാ ചെയ്യുന്നത്? എന്നിൽ വസിക്കുന്ന ദൈവം അത്രേ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഞാൻ പാപത്തിൻ്റെ ദാസനായി വിൽക്കപ്പെട്ടവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അവസാനം പറയുന്നു, ക്രിസ്തുവേ മുഖാന്തരം ഞാൻ സകലത്തിലും ജയം പ്രാപിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ, ദൈവിക സ്നേഹത്തിൽ വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളും വസിക്കത്തില്ല. ഇതൊരു കർത്താവുമായിട്ട് ചേർന്നൊരു കോർപ്പറേറ്റ് ലൈഫാണ്. അങ്ങോട്ട് നാം ചേർന്ന് വസിക്കുന്നത് പോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും ചേർന്ന് വസിക്കുക. നാം ദൈവത്തിൽ വസിക്കുന്ന സമയത്ത് ദൈവം നമ്മളിലും വസിക്കുക. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിൻ്റെ പ്രശ്നം എവിടെയാ? പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഭൂമിയിലായിട്ടുള്ള ചില ഭാരങ്ങൾ, ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില കടങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ. എന്നാൽ ഇതിനൊക്കെ അതീതമായിട്ട് നമുക്ക് ദൈവിക സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിന് നമ്മിലും വസിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് നമ്മിൽ വസിക്കുവാൻ കഴിയുന്നെങ്കിൽ നാമും ദൈവവുമായിട്ട് ചേർന്നുള്ള ആ ജീവിതം, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ആ പ്രശ്നങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുവാനായിട്ട് തുടങ്ങുന്നെങ്കിൽ, കർത്താവിതാ പറയുകയാണ്, ഇങ്ങനെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് എവിടെയാണ്? നമ്മൾ ജീവിക്കുന്നത് പോലെ, നമ്മൾ എങ്ങനെ ദൈവത്തിൽ ജീവിക്കുന്നു അതുപോലെ ദൈവം നമ്മിലും ജീവിക്കുന്നു. ഈ ദൈവം ആരാണെന്ന് വിചാരിച്ചാൽ നമ്മളിൽ വന്ന് വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഒരൊറ്റ വാക്കിൽ ഉളവാക്കിയ സകലത്തിനും അധീപനായിരിക്കുന്ന ഒരു വലിയ ദൈവം, പ്രൈസ് ദി ലോർഡ്, എന്നിൽ വസിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വരാനായിട്ട് എനിക്ക് എന്ത് യോഗ്യതയുള്ളൂ? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദൈവിക വ്യവസ്ഥയിൽ, ഗോഡ്സ് മാൻഡേറ്റിൽ ഒന്നാമത്തെ കാര്യം സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാ ആ സ്നേഹത്തെ അതിൻ്റെ ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് പറയുന്നത്, 4:16 ഇംഗ്ലീഷിൽ ഇപ്രകാരമാണെന്ന് ആണ് പറയുന്നത്, ഗോഡ് ഈസ് ലവ് ആൻഡ് ദാറ്റ് ഹി ഡ്വെല്ലത്ത് ഇൻ ദ ലവ് ആൻഡ് ഡ്വെല്ലത്ത് ഇൻ ദ ഗോഡ് ആൻഡ് ഗോഡ് ഇൻ ഹിം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ വസിക്കുന്നവൻ അവനും വസിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ഇതാ ദൈവവചനം പറയുന്നു. പ്രിയമുള്ളവരെ, ഇതാ കൊരിന്ത്യ ലേഖനത്തിൽ അതിൻ്റെ 13ാം അധ്യായം മുഴുവനും സ്നേഹത്തെപ്പറ്റി എഴുതിയിരിക്കുന്നത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഗളിക്കുന്നില്ല, അത് ദോഷമില്ല, അയോഗ്യമായിട്ട് നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സകലതും വിശ്വസിക്കുന്നു. സകല കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവികമായിരിക്കുന്ന സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് നമ്മളുടേതാക്കാം. നമുക്ക് പലപ്പോഴും നമ്മുടെ ഫോണുകളോ നമ്മുടെ എക്വിപ്മെൻറ്റ്സോ നമ്മുടെ ഗാഡ്ജറ്റ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തുള്ളൊരു ഓപ്ഷനാണ് അത് പേഴ്സണലൈസ് ചെയ്യുക. നാം എങ്ങനെ പേഴ്സണലൈസ് ചെയ്യുന്നത്? ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്കിഷ്ടമുള്ള പാട്ടിട്ടു,
നമുക്കിഷ്ടമുള്ള എൻ്റെ അത്ര ലൈറ്റ് വെച്ചു, നമുക്കിഷ്ടമുള്ള റിംഗ് ടോൺ ഇട്ടു, നമുക്കിഷ്ടമുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതിനെന്താ ചെയ്യുന്നത്? നമ്മളുടേതാക്കി മാറ്റുക. ഇന്നേ വരെ ഇതാ 10,000 രൂപയ്ക്ക് നീ വാങ്ങിച്ച ഒരു കൊച്ചു ഫോൺ നീ പേഴ്സണലൈസ് ചെയ്യാനായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നൽകപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തെ സ്നേഹിച്ചത് എങ്ങനെയാണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തെ നമുക്ക് കൈ കിട്ടിയപ്പോൾ, യേശുവിനെ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ലഭിച്ചപ്പോൾ, ഇന്ന് വരെ നീ അവനെ പേഴ്സണലൈസ് ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിൻ്റേതാക്കി മാറ്റിയിട്ടുണ്ടോ? നിൻ്റെ പ്രശ്നങ്ങളിലെല്ലാം അവനെ ഇടപെടുത്തിയിട്ടുണ്ടോ? നിനക്ക് വേണ്ട രീതിയിലെല്ലാം അവനെ ആക്കി തീർത്തിയിട്ടുണ്ടോ? നിൻ്റെ എല്ലാ മുറികളിലും അവനെ കൊണ്ടുപോയിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും അവനോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇതാണ് ക്രിസ്ത്യമായിരിക്കുന്ന ജീവിതം. ആയതുകൊണ്ട് ബൈബിൾ തുറന്നിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി അധികമായിട്ട് മനസ്സിലാക്കുക. ബൈബിൾ അടച്ചു വെച്ചിട്ട് ഓരോ ആ വാക്യങ്ങളും എടുത്ത് കൈ ചൂണ്ടി അതിനകത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ നിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവ വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.